മാങ്ങയുടെ സീസൺ അല്ലേ വരുന്നത്. നമുക്ക് മാങ്ങ വെച്ചിട്ട് നല്ല മാങ്ങക്കറി ഉണ്ടാക്കിയല്ലോ. പുളിവും എരിവും മധുരമൊക്കെ ചേർന്ന് നല്ലൊരു മാങ്ങക്കറി. കഴുകി തൊലി കളഞ്ഞു വെച്ച മാങ്ങ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞ് ഈ മാങ്ങ അപ്പുറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുക. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പേക്ക് ഒരു ഫ്രൈ പാൻ കയറ്റുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, വറ്റൽമുളക് ഇടുക, ഉലുവ ഇടുക, വേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മുരിഞ്ഞ് വരുമ്പോൾ ഈ കുഴച്ച് വെച്ച മാങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ഫ്രൈ പാൻ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് പിഴിഞ്ഞ് വെച്ച നാളികേരപ്പാൽ ഈ മാങ്ങയിലേക്ക് ചേർക്കുക. നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുക. മൂടി തുറക്കുന്ന സമയം നന്നായി തിളച്ചിടണം. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ശർക്കര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ശർക്കര ഇടുന്നത് ഈ മാങ്ങയുടെ പുള്ളിയൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് മാങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് വറ്റി കഴിയുമ്പോൾ ഈ മാങ്ങക്കറി ഇറക്കി വെക്കുക.